ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആകാത്ത ഒരു പ്രോബ്ലമാണ്. അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, വരൂ വീഡിയോ കാണാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് പ്രസ്സിങ് ടൈപ്പാണ്. എളുപ്പത്തിൽ തന്നെ പ്രസ് ചെയ്താൽ ഉടനെ അത് ഓപ്പൺ ആകും. ഓപ്പൺ ചെയ്യുമ്പോൾ ഡാമേജ് ആവാതെ നോക്കുക. ഇനി ചെയ്യേണ്ടത് ഈ സ്ക്രൂസുകൾ നമ്മൾ ഊരണം. ഇത് ഊരിയാലേ ബാക്കിലത്തെ നമ്മൾ പവർ സപ്ലൈ ബോർഡും ആഡിയോ ബോർഡും നമുക്ക് ഊരി സ്ക്രൂകളെ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. വരൂ നോക്കാം. ഫസ്റ്റ് ഈ സൈഡിലുള്ള 4 സ്ക്രൂ നമ്മൾ ഊരണം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സ്ക്രൂ ഇളക്കണം. അങ്ങനെ സൗണ്ട് ബാറിൽ ബാക്ക് വശം ഊരി വന്നു. അങ്ങനെ ഇതിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ആഡിയോ ബോർഡാണ്. ഈ ആഡിയോ ബോർഡിൽ കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് പവർ സപ്ലൈയിൽ ഊരി നോക്കാം. ആഡിയോ ബോർഡിൻ്റെ സ്ക്രൂ അഴിച്ചപ്പോൾ ആഡിയോ ബോർഡ് വന്നു. അതേപോലെ 2 സ്ക്രൂവും കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് അഴിക്കുമ്പോഴേ ആ 2 സ്ക്രൂ അഴിക്കുമ്പോഴേ നമുക്ക് പവർ സപ്ലൈ ഇളകി വരുത്തുള്ളൂ. അങ്ങനെ പവർ സപ്ലൈ ഇളക്കി ഗൈസ്. ഇനി ഇതിലാണ് നമ്മുടെ ബാക്കി കംപ്ലൈൻസും കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്ത് ശരിയാക്കാനുള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാദ്യം പവർ സപ്ലൈ നമ്മൾ AC കോഡ് ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഫീസ് വരും, ഫീസ് ചെക്ക് ചെയ്ത് നോക്കണം. AC സപ്ലൈ കൊടുത്ത് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മീറ്ററിൽ വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ ബോർഡ് ഫുള്ളായിട്ട് ഊരി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫാൾട്ട് മനസ്സിലാവും. നമ്മൾ ഇതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് AC കോഡ്, AC ഇതൊന്ന് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഫീസ് കൊള്ളാമെന്ന് നോക്കണം. അപ്പോൾ കംപ്ലൈൻറ്റ് ഇതാണ് ഗൈസ്. ഫീസും പോയി, കോയിലും പോയി. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഗൈസ് ആ ഫീസും കോയിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം, നമ്മൾ സീരിയൽ കണക്ഷൻ ഇട്ടാൽ മാത്രമേ പവർ സപ്ലൈ ചെക്ക് ചെയ്യാവൂ. അല്ലെങ്കിൽ വീണ്ടും ഷോർട്ടായി പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആകുന്നതാണ്. അപ്പോൾ ഗൈസ് ഈ പവർ സപ്ലൈ കറക്റ്റായിട്ട് റെഡിയായി, വോൾട്ടേജ് കറക്റ്റ് 24 വരുന്നുണ്ട്. ഇനി നമുക്ക് സൗണ്ട് ബാറിൽ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ അതിൻ്റെ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ക്ലിയറാക്കി. ഇനി ചെക്ക് ഇൻ ചെയ്യാം.